നമ്മൾ ഇന്നലെ രാത്രി മാൽഡായി കിടന്ന ഹോട്ടലാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. ഇവിടെ ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. അതുകൊണ്ട് ഇന്നലെ വണ്ടി സ്ലോ ചാർജിങ്ങിന് ഇട്ടു. ഇന്നിപ്പം നമ്മൾ ഭൂട്ടാനിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ ചാർജിങ് ആണ് കഴിഞ്ഞത്. ഇത് ഗോൾഡൻ പാർക്ക് ഹോട്ടലിൽ ഉള്ള സ്ലോ ചാർജും ഫാസ്റ്റ് ചാർജുമാണ്. നമ്മൾ ഇന്നലെ ഇവിടെ സ്ലോ ചാർജാണ് ചെയ്തത്. നമ്മൾ ഈ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഹോട്ടൽ നല്ല സൂപ്പർ ഹോട്ടലാണ്. ഈ കാണുന്നതെല്ലാം തേയിലത്തോട്ടമാണ്. ഇത് സിലിഗുരിക്ക് ഒരു 60-70 കിലോമീറ്റർ ഇപ്പുറമായിട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് ലെവലായിട്ടുള്ള ഏരിയയിലാണ് തേയിലത്തോട്ടം. നമ്മുടെ ഭൂട്ടാനിലേക്കുള്ള യാത്രയിൽ സിലിഗുരിക്ക് മുമ്പായിട്ടുള്ള രണ്ടാമത്തെ ചാർജിങ് സ്റ്റേഷനാണിത്. ആദ്യത്തേത് ഒരു അദാനി മാൽഡായിൽ നിന്ന് വിട്ടതിന് ശേഷം അദാനിയുടെ ഒരു 43 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു അദാനിയുടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ചാർജിങ് സ്റ്റേഷൻ 169 കിലോമീറ്റർ കഴിഞ്ഞിട്ട് NH31 ബിധാൻ നഗറിലുള്ള മിറാമാർ റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റിലുള്ള ടാറ്റ പവറിൻ്റെ ചാർജിങ് സ്റ്റേഷനാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ സിലിഗുരിക്ക് അടുത്തേ ഉള്ളൂ. അത് ഏകദേശം 10-25 കിലോമീറ്റർ ഉണ്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന്. അപ്പം ചെറിയ ഈ പ്രൈം പോലത്തുള്ള വണ്ടി കൊണ്ട് വരുന്നവർ മാൽഡ കഴിഞ്ഞിട്ട് അദാനിയുടെ ചാർജിങ് സ്റ്റേഷനും കൂടെ ചാർജ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. ഇനി ഒരു 140 കിലോമീറ്ററും കൂടെ ഉള്ളൂ ഭൂട്ടാൻ എത്താൻ. അതിന് മുമ്പായിട്ട് ഒരു ബംഗ്ലാദേശ് 0 പോയിന്റ് ഉണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ്. അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വേണം ഭൂട്ടാൻ പോകാൻ. ഇന്ന് ഭൂട്ടാനിൽ പ്രവേശിക്കാൻ സാധ്യത കുറവാണ്. ഞങ്ങൾ ഇന്ന് ഭൂട്ടാൻ്റെ ബോർഡർ സിറ്റിയിൽ വല്ലതും കിടന്നിട്ട് ജയ്ഗോൺ എന്ന് പറഞ്ഞ ബോർഡർ സിറ്റി കിടന്നിട്ട് നാളെ രാവിലെ ഭൂട്ടാനിൽ കയറാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുൽബാരി എന്ന് പറയുന്ന സിറ്റിയാണ് നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സിറ്റി. ഇതാണ് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡർ. ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ അതിർത്തി പങ്കിടുന്നുണ്ട്. അങ്ങനെ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അവിടെ വരെ പോയി കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങ് പോകുന്നു. നമ്മൾ താമസിച്ച് പോയതുകൊണ്ട് പരേഡ് കാണാൻ പറ്റില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലും പോകുന്ന ടിപ്പർ ലോറികളാണ്, കല്ലുമായിട്ട്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടാണോ? അല്ല, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടക്കല്ലുകൾ കൊണ്ടിരുന്നു. പരേഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉള്ളിലോട്ട് കയറി കാര്യങ്ങൾ കാണാമായിരുന്നു. പരേഡ് കഴിഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് അതുകൊണ്ട് തിരിച്ചു. ഇനിയിപ്പം ഭൂട്ടാനിന് പോവാണ്. ഭൂട്ടാൻ്റെ അതിർത്തി ഗ്രാമത്തിലേക്ക് പോവാണ്. ഇനി ഒരു 129 കിലോമീറ്റർ കൂടെ ഉണ്ട്. അങ്ങനെ ഭൂട്ടാനിന് പോകുന്ന വഴിക്കുള്ള മധുശ്രീ ധാബ. ഇനിയൊരു 80 കിലോമീറ്റർ കൂടെ ഉണ്ട് ഭൂട്ടാൻ്റെ ബോർഡറായ ജയ്ഗോണിൽ എത്താണ്ട്. അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഭൂട്ടാനിൽ കയറും. അപ്പം അടിപൊളിയായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാർജിങ് സ്റ്റേഷൻ്റെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മധുശ്രീ ധാബ എന്നൊക്കെ പേര് മാത്രമേ കുറ്റാക്കൂരിട്ടായിരുന്നു. മൊബൈലിൻ്റെ വെട്ടം കൊണ്ട് അത്ര വെളിച്ചം തോന്നുന്നു. ടാറ്റ പവറിൻ്റെ ആണ്. വഴിനീളെ ടാറ്റ പവർ ആണ് ഉള്ളത്. കൂടുതലും ടാറ്റ പവറാണ്. ബാക്കിയൊക്കെ വളരെ കുറഞ്ഞ റേഷ്യോയിലേ ഉള്ളൂ. ജയ്ഗോൺ, അതായത് ഭൂട്ടാൻ്റെ ബോർഡറിലോട്ട് പോകാനായിട്ട് NH 517 കൂടെയാണ് നമ്മൾ പോകുന്നത്. 517. ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലോട്ട് കയറുന്ന വഴിക്കുള്ള ലാസ്റ്റത്തെ ചാർജറാണ്. ജൽപൈഗുരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലിരിക്കുന്ന ടാറ്റ പവറിൻ്റെ ചാർജിങ് മെഷീനാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഭൂട്ടാനിലെ ചാർജിങ് സ്റ്റേഷനുള്ളൂ.
നിലവിൽ. ഇതാണ് ലാസ്റ്റത്തെ ചാർജിങ്. ഇത് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഒരു 20 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ഭൂട്ടാനിലെത്തും. നമ്മൾ ജയ്ഗോണിൽ ബർസാന എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോട്ടലിൽ നിന്ന് 2 മിനിറ്റ് നടന്നാൽ നമ്മൾ ഭൂട്ടാനെത്തും. വെറും 2 മിനിറ്റ് നടന്നാൽ മതി. നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഭൂട്ടാൻ പോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഭൂട്ടാനിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങൾ ജയ്ഗോണിൽ ഇന്ന് കിടക്കുന്ന റൂമാണ്. ബർസാന എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെയാണ്. അവിടെയാണ് നമ്മളിന്ന് കിടക്കുന്നത്. റൂംസ് വലിയ കുഴപ്പമില്ല. ഇതിനെ തൊട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു നടക്കാൻ ഒരു 10 സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ ഭൂട്ടാനിലെത്തും. ഇത്രയ്ക്ക് അടുത്തുള്ള ഒരു ഹോട്ടലാണ്. നല്ല സൗകര്യങ്ങളുണ്ട്.